ഹലോ ഉദ്യോഗാർത്ഥികളെ, പി എസ് റൈറ്റ് പാത്തിൻ്റെ കോപ്പറേറ്റീവ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യമേ പറയുന്നു, ഇത് കോപ്പറേറ്റീവ് എക്സാമുകാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ്സാണ്. മറ്റുള്ള എക്സാമുകാർ ഇതിൽ കാണേണ്ടതില്ല. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പോലുള്ള PSC എക്സാമുകൾക്കും അതുപോലെ കോപ്പറേറ്റീവ് ബാങ്കിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അവർക്ക് ഉപകരിക്കുന്ന ഒരു ക്ലാസ്സാണ്. നമ്മൾ 2026 തൊട്ട് അവർക്കായി PSC പോലുള്ള എക്സാമുകൾ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും അടങ്ങിയ ഒരു സീരീസാണ് ഇനി മുതൽ ആരംഭിക്കുന്നത്. ഇതതിൻ്റെ ഒന്നാമത്തെ സീരീസാണ്. ആദ്യഘട്ടത്തിൽ 20 ചോദ്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഓരോ ഭാഗങ്ങളിലും 20ൽ കുറയാത്ത ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും നിങ്ങളെ കണ്ടുമുട്ടേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യ ക്ലാസ്സാണ് ഇവിടെ ആരംഭിക്കുന്നത്. ക്ലാസ്സിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം. ഫോർ എ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, the method of recruitment, revise or regulate the scale of pay and allowances to the officers are determined by അഥവാ ഉദ്യോഗസ്ഥരുടെ നിയമനം, ശമ്പളം ആരാണ് നിശ്ചയിക്കുന്നത്? ഓപ്ഷനുകൾ: എ, ദി മിനിസ്ട്രി ഓഫ് കോഓപ്പറേഷൻ; ബി, ദി സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്; സി, ദിസ് ബൈലോസ് ഓഫ് ദി മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി; ഡി, ദി സെൻട്രൽ ഗവൺമെന്റ്സ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ആൻസർ: ഓപ്ഷൻ സി, ദി ബൈലോസ് ഓഫ് ദ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സ്വന്തം റൂൾസ് ഉണ്ടാകും. ആ റൂൾസിനെയാണ് ബൈലോസ് എന്ന് വിളിക്കുന്നത്. ഈ ബൈലോസ് വഴിയാണ് ആരെ ജോലിക്കെടുക്കണം, അവർക്ക് എത്ര ശമ്പളം നൽകണം, അതുപോലെ അലവൻസസ് എത്ര നൽകണം എന്നിവയെല്ലാം തീരുമാനിക്കുന്നത്. അതിനാൽ ശരിയായ ഉത്തരം സി ആണ്. രണ്ടാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് അഥവാ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിന്റെ സവിശേഷതകൾ ഏതെല്ലാം? സ്റ്റേറ്റ്മെന്റ് 1 ആക്ട്സ് ആസ് അപ്പെക്സ് ബോഡി ഫോർ PCARDBS, അതായത് PCARDBSന്റെ അപ്പെക്സ് ബോഡിയായി പ്രവർത്തിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് 2 ഓഫേഴ്സ് ലോങ് ടേം ലോൺസ്, അതായത് ലോങ് ടേം ലോൺസ് നൽകുന്നു. സ്റ്റേറ്റ്മെന്റ് 3 റേസസ് ഫണ്ട്സ് വെയ നബാർഡ് ബോൺസ്, അതായത് നബാർഡ് ബോൺസ് വഴി ഫണ്ട്സ് സമാഹരിക്കുന്നു. ഓപ്ഷനുകൾ: എ, സ്റ്റേറ്റ്മെന്റ് 1 ഓൺലി; ബി, സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് 2 ഓൺലി; സിസ്റ്റർ, സ്റ്റേറ്റ്മെന്റ് 2 ആൻഡ് 3 ഓൺലി; ഡി, സ്റ്റേറ്റ്മെന്റ് 1, 2, 3. ആൻസർ: ഓപ്ഷൻ ഡി, സ്റ്റേറ്റ്മെന്റ് 1, 2, 3. കേരളത്തിലെ കാർഷിക ഗ്രാമവികസന വായ്പകൾക്ക് നേതൃത്വം നൽകുന്ന അപെക്സ് സ്ഥാപനമാണ് KSCARDB. ഇത് താഴെത്തട്ടിലുള്ള പ്രാഥമിക ബാങ്കുകളുടെ അഥവാ PCARDBSന്റെ അപെക്സ് ബോഡിയായി പ്രവർത്തിക്കുന്നു. കൃഷിക്കും അനുബന്ധ മേഖലകൾക്കുമായി ദീർഘകാല വായ്പകൾ അഥവാ ലോങ് ടേം ലോൺസ് നൽകുന്നതിലാണ് ഈ ബാങ്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇതിനാവശ്യമായ ഫണ്ട് പ്രധാനമായും നബാർഡ്, ബോണ്ടുകൾ എന്നിവ വഴിയാണ് സമാഹരിക്കുന്നത്. അതിനാൽ തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. മൂന്നാമത്തെ ചോദ്യം. ഇക്കോണമീസ് ഓഫ് സ്കെയിൽ ഇൻ കോഓപ്പറേഷൻ മീൻസ് അഥവാ സഹകരണ മേഖലയിൽ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്താണ്? ഓപ്ഷനുകൾ: എ, ലിമിറ്റഡ് പ്രൊഡക്ഷൻ, അതായത് പരിമിതമായ ഉൽപ്പാദനം; ബി, കളക്റ്റീവ് ബൈയിങ് ആൻഡ് സെല്ലിംഗ്, അതായത് കൂട്ടമായി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്; സിസ്റ്റർ, ഇൻഡിവിജ്വൽ എഫേർട്ട്, അതായത് വ്യക്തിഗത ശ്രമം; ഡി, ഗവൺമെന്റ് സബ്സിഡി, അതായത് സർക്കാർ സബ്സിഡി. ആൻസർ: ഓപ്ഷൻ ബി, കളക്റ്റീവ് ബൈയിങ് ആൻഡ് സെല്ലിംഗ്. അംഗങ്ങൾ ഒരുമിച്ച് വലിയ അളവിൽ ബൾക്ക് സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ ഗതാഗതത്തിനും സംഭരണത്തിനുമുള്ള ചെലവ് കുറയുന്നു. ഇത്തരത്തിൽ വലിയ തോതിലുള്ള പ്രവർത്തനം വഴി ലഭിക്കുന്ന സാമ്പത്തിക നേട്ടത്തെയാണ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. അതിനാൽ ശരിയായ ഉത്തരം ബി ആണ്. ക്വസ്റ്റ്യൻ 4. എ സോഷ്യൽ സ്ട്രക്ചർ വെർ ഓൾ പ്രോപ്പർട്ടി ഈസ് ഹെൽഡ് ഇൻ കോമൺ ഈസ് റെഫേർഡ് ടു ആസ്, അതായത് എല്ലാ സ്വത്തും പൊതുവായ സംവിധാനം ഏത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ, ക്യാപിറ്റലിസം, സ്വകാര്യ വ്യക്തികൾക്കോ കമ്പനികൾക്കോ ലാഭമുണ്ടാക്കാനുള്ള അവകാശമുള്ള സംവിധാനമാണിത്. അതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ ബി, സോഷ്യലിസം, ഉൽപാദന മാർഗങ്ങൾ സർക്കാരിന്റെയോ സമൂഹത്തിന്റെയോ നിയന്ത്രണത്തിലായിരിക്കും എന്നുണ്ടെങ്കിലും ഇത് പൂർണ്ണമായ കോമൺ ഓണർഷിപ്പ് അല്ല. അതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. മൂന്നാമത്തെ ഓപ്ഷൻ, കമ്മ്യൂണിസം, എല്ലാ സ്വത്തും പൊതുവായതാണെന്നും വർഗവ്യത്യാസമില്ലാത്തതുമായ സംവിധാനമാണിത്. അതിനാൽ ഈ ഓപ്ഷൻ ശരിയാണ്. ഓപ്ഷൻ ഡി, ഫ്യൂഡലിസം, ഭൂപ്രഭുക്കന്മാർക്ക് അധികാരമുണ്ടായിരുന്ന പഴയകാല സംവിധാനമാണിത്. അതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ആൻസർ സി. വിശദീകരണം: കമ്മ്യൂണിസത്തിൽ സ്വകാര്യ സ്വത്ത് എന്ന സങ്കല്പമില്ല.
വിഭവങ്ങളെല്ലാം സമൂഹത്തിൻ്റേതാണ്, അഥവാ എല്ലാ ആളുകൾക്കും തുല്യ അവകാശമുള്ള കോമൺ സ്വത്തായിട്ടാണ് കണക്കാക്കുന്നത്. ചോദ്യം: ദ പേർപ്പസ് ഓഫ് ലിമിറ്റിംഗ് ഡിവിഡൻഡ് പേയ്മെന്റ്സ് ഇൻ എ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് പ്രൈമർലി ടു, അഥവാ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഡിവിഡൻഡ് പരിമിതപ്പെടുത്തുന്നതിന്റെ പ്രധാന ലക്ഷ്യമെന്താണ്? ഓപ്ഷനുകൾ: എ. എൻകറേജ് റീഇൻവെസ്റ്റ്മെന്റ് ഫോർ മെമ്പർ വെൽഫെയർ, അതായത് അംഗങ്ങളുടെ ക്ഷേമത്തിനായി വീണ്ടും നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക. ബി. റെഡ്യൂസ് ഗവൺമെന്റ് ഓവർസൈറ്റ്, അതായത് സർക്കാർ നിയന്ത്രണം കുറയ്ക്കുക. സി. റെഡ്യൂസ് കോമ്പറ്റീഷൻ എമംഗ് മെമ്പേഴ്സ്, അതായത് അംഗങ്ങൾ തമ്മിലുള്ള മത്സരം കുറയ്ക്കുക. ഡി. ഇൻക്രീസ് ക്യാപിറ്റൽ മാർക്കറ്റ് വാല്യൂ, അതായത് മൂലധന വിപണി മൂല്യം വർദ്ധിപ്പിക്കുക. ആൻസർ: ഓപ്ഷൻ എ. എൻകറേജ് റീഇൻവെസ്റ്റ്മെന്റ് ഫോർ മെമ്പർ വെൽഫെയർ. സഹകരണ സംഘങ്ങളുടെ പ്രധാന ലക്ഷ്യം ലാഭമുണ്ടാക്കുക എന്നതല്ല, മറിച്ച് അംഗങ്ങളുടെ ക്ഷേമമാണ്. ഡിവിഡൻഡ് പരിമിതപ്പെടുത്തുന്നത് വഴി ലഭിക്കുന്ന ലാഭത്തിന്റെ ഒരു വലിയ ഭാഗം അംഗങ്ങൾക്ക് വിതരണം ചെയ്യാതെ സംഘത്തിൽ തന്നെ നിലനിർത്തുന്നു. ഇത്തരത്തിൽ മിച്ചം വരുന്ന തുക സൊസൈറ്റിയുടെ വികസനത്തിനും അംഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമായി വീണ്ടും നിക്ഷേപിക്കാൻ റീഇൻവെസ്റ്റ്മെന്റ് സാധിക്കുന്നു. അതിനാൽ ശരിയായ ഉത്തരം എ ആണ്. ആറാമത്തെ ചോദ്യം: രജിസ്ട്രേഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം ഈസ്, അഥവാ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷനുകൾ: ഓപ്ഷൻ എ. മാൻഡേറ്ററി അണ്ടർ ദി പാർട്ട്ണർഷിപ്പ് ആക്ട് 1932, അതായത് പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം ഇത് നിർബന്ധമാണ്. ഓപ്ഷൻ ബി. റിക്വയർഡ് ഫോർ ക്ലെയിമിംഗ് ടാക്സ് ബെനഫിറ്റ്സ്, അതായത് ടാക്സ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഇത് ആവശ്യമാണ്. ഓപ്ഷൻ സി. ഓപ്ഷണൽ ബട്ട് ഇറ്റ് അഫക്ട്സ് ലീഗൽ റൈറ്റ്സ്, അതായത് ഇത് ഐച്ഛികമാണ് പക്ഷേ നിയമപരമായ അവകാശങ്ങളെ ബാധിക്കുന്നു. ഓപ്ഷൻ ഡി. കമ്പൽസറി വെൻ ക്യാപിറ്റൽ എക്സീഡ്സ് ലിമിറ്റ്, അതായത് മൂലധനം ഒരു നിശ്ചിത പരിധി കഴിഞ്ഞാൽ ഇത് നിർബന്ധമാണ്. ആൻസർ: ഓപ്ഷൻ സി. ഓപ്ഷണൽ ബട്ട് ഇറ്റ് അഫക്ട്സ് ലീഗൽ റൈറ്റ്സ്. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനം രജിസ്റ്റർ ചെയ്യുക എന്നത് നിർബന്ധമല്ല, ഓപ്ഷണൽ. എന്നാൽ രജിസ്റ്റർ ചെയ്യാത്ത ഒരു സ്ഥാപനത്തിന് അതിന്റെ നിയമപരമായ അവകാശങ്ങൾക്കായി കോടതിയെ സമീപിക്കുന്നതിന് തടസ്സങ്ങളുണ്ടാകും. ഉദാഹരണത്തിന്, പുറത്തുള്ള ഒരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ എതിരെ കേസ് നൽകാൻ രജിസ്റ്റർ ചെയ്യാത്ത ഫേമിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ നിയമപരമായ നിർബന്ധമല്ലെങ്കിലും സുരക്ഷിതമായ നടത്തിപ്പിന് രജിസ്ട്രേഷൻ വളരെ പ്രധാനമാണ്. അതിനാൽ ശരിയായ ഉത്തരം സി ആണ്. ഏഴാമത്തെ ചോദ്യം: വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് എൻ എക്സ്പ്ലിസിറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ദ റോച്ച്ഡെയിൽ പയനിയേഴ്സ് ബട്ട് ഇമേർജ്ഡ് ഇൻ ലേറ്റർ ICA സ്റ്റേറ്റ്മെന്റ്സ്, അഥവാ റോച്ച്ഡെയിൽ പയനിയർമാരുടെ ആദ്യകാല സിദ്ധാന്തങ്ങളിൽ ഉൾപ്പെടാതെയിരിക്കുകയും പിന്നീട് ICA കൂട്ടിച്ചേർക്കുകയും ചെയ്ത തത്വം ഏതാണ്? ഓപ്ഷനുകൾ: ഓപ്ഷൻ എ. കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി, അതായത് സമൂഹത്തോടുള്ള പ്രതിബദ്ധത. ഓപ്ഷൻ ബി. ക്യാഷ് ട്രേഡിംഗ്, അതായത് പണം നൽകിയുള്ള കച്ചവടം. മൂന്നാമത്തെ ഓപ്ഷൻ ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, അതായത് തുറന്നതും സ്വമേധയാ ഉള്ളതുമായ അംഗത്വം. ഓപ്ഷൻ ഡി. ഡെമോക്രാറ്റിക് കൺട്രോൾ, അതായത് ജനാധിപത്യപരമായ നിയന്ത്രണം. ആൻസർ: ഓപ്ഷൻ എ. കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. റോച്ച്ഡെയിൽ പയനിയർമാരുടെ ആദ്യകാല തത്വങ്ങളിൽ ഓപ്പൺ മെമ്പർഷിപ്പ്, ജനാധിപത്യ നിയന്ത്രണം, ക്യാഷ് ട്രേഡിംഗ് എന്നിവ ഉൾപ്പെട്ടിരുന്നു. എന്നാൽ സമൂഹത്തോടുള്ള പ്രതിബദ്ധത എന്നത് പിൽക്കാലത്ത് 1995 മാഞ്ചസ്റ്ററിൽ വെച്ച് നടന്ന ICA കോൺഗ്രസിലാണ് സഹകരണ തത്വങ്ങളിൽ ഔദ്യോഗികമായി ഉൾപ്പെടുത്തിയത്. ഇത് സഹകരണ പ്രസ്ഥാനത്തിന്റെ 7ാമത്തെ തത്വമായാണ് അറിയപ്പെടുന്നത്. അതിനാൽ ശരിയായ ഉത്തരം എ ആണ്. എട്ടാമത്തെ ചോദ്യം: Which of the following best explains the distinction between cooperative values and cooperative principles? സഹകരണ മൂല്യങ്ങളും സഹകരണ തത്വങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? ഓപ്ഷനുകൾ: ഓപ്ഷൻ എ. Co-operative values are legally enforceable rules, while cooperative principles are voluntary guidelines. അതായത് മൂല്യങ്ങൾ നിയമപരമായ നിയമങ്ങളാണ്, തത്വങ്ങൾ സ്വമേധയാ പാലിക്കുന്ന മാർഗനിർദ്ദേശങ്ങളാണ്. ഓപ്ഷൻ ബി. Co-operative values represent the underlying beliefs and ethics, whereas cooperative principles are the practical guidelines for applying those values. അതായത് മൂല്യങ്ങൾ അടിസ്ഥാന വിശ്വാസങ്ങളും നൈതികതയുമാണ്, തത്വങ്ങൾ അവ പ്രായോഗികമായി നടപ്പിലാക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ്. മൂന്നാമത്തെ ഓപ്ഷൻ Co-operative values reflect individual member attitudes, while cooperative principles reflect government prescribed operational norms. അതായത് മൂല്യങ്ങൾ വ്യക്തികളുടെ മനോഭാവമാണ്, തത്വങ്ങൾ സർക്കാർ നിശ്ചയിക്കുന്ന പ്രവർത്തന നിയമങ്ങളാണ്. ഓപ്ഷൻ ഡി. Co-operative values guide internal behavior, while cooperative principles regulate external relations. അതായത് മൂല്യങ്ങൾ ആന്തരിക പെരുമാറ്റത്തെയും തത്വങ്ങൾ ബാഹ്യബന്ധങ്ങളെയും നിയന്ത്രിക്കുന്നു. ആൻസർ: ഓപ്ഷൻ ബി. Co-operative values represent the underlying beliefs and ethics. സഹകരണ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനപരമായ ചിന്താഗതികളും ധാർമ്മികതയുമാണ് മൂല്യങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സ്വയം സഹായം, ജനാധിപത്യം, തുല്യത, ഐക്യദാർഢ്യം എന്നിവ.
ഈ മൂല്യങ്ങളെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ എങ്ങനെ കൊണ്ടുവരണം എന്ന് കാണിച്ചു തരുന്ന പ്രായോഗിക നിർദ്ദേശങ്ങളാണ് തത്വങ്ങൾ. സഹകരണ മൂല്യങ്ങൾ ശരിയായ രീതിയിൽ നടപ്പിലാക്കാൻ സഹായിക്കുന്ന പ്രവർത്തന രീതികളാണ് സഹകരണ തത്വങ്ങൾ. അതിനാൽ ശരിയായ ഉത്തരം ബി ആണ്. 9ാമത്തെ ചോദ്യം. കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നീഷൻ വാസ് ഗ്രാന്റഡ് ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ ത്രൂ ദോ. ഇന്ത്യയിൽ സഹകരണ സംഘങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ലഭിച്ചത് ഏത് ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷനുകൾ. ഓപ്ഷൻ എ 29ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. ഓപ്ഷൻ ബി 73ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. മൂന്നാമത്തെ ഓപ്ഷൻ 97ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. ഓപ്ഷൻ ഡി 42ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. ആൻസർ മൂന്നാമത്തെ ഓപ്ഷൻ 97ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. ഇന്ത്യൻ ഭരണഘടനയിൽ സഹകരണ സംഘങ്ങൾക്ക് ഭരണഘടനാപരമായ പദവിയും സംരക്ഷണവും നൽകിയത് 2011 97ാം ഭേദഗതി വഴിയാണ്. ഈ ഭേദഗതി വരുത്തിയ പ്രധാന മാറ്റങ്ങൾ ഇവയാണ്. മൗലികാവകാശം. ആർട്ടിക്കിൾ 19 1(c) പ്രകാരം സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുന്നത് ഒരു മൗലികാവകാശമായി മാറ്റി. നിർദ്ദേശക തത്വങ്ങൾ. ആർട്ടിക്കിൾ 43(b) എന്ന പുതിയ വകുപ്പ് ഉൾപ്പെടുത്തി. ഇത് സഹകരണ സംഘങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകുന്നു. പുതിയ ഭാഗം ഭരണഘടനയിൽ ദ കോ-ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന പേരിൽ പാർട്ട് 9(b) കൂട്ടിച്ചേർത്തു. അതിനാൽ ശരിയായ ഉത്തരം സി ആണ്. 10ാമത്തെ ചോദ്യം. The primary objective of integrating district co-operative banks into Kerala Bank was to. കേരള ബാങ്ക് രൂപീകരിക്കാൻ ജില്ലാ സഹകരണ ബാങ്കുകൾ ഒന്നിപ്പിച്ചതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഓപ്ഷനുകൾ. ഓപ്ഷൻ എ റെഡ്യൂസ് ഗവൺമെന്റ് റെഗുലേഷൻസ്, അതായത് സർക്കാർ നിയന്ത്രണങ്ങൾ കുറയ്ക്കുക. ഓപ്ഷൻ ബി പ്രൊമോട്ട് പ്രൈവറ്റൈസേഷൻ ഓഫ് ദി കോ-ഓപ്പറേറ്റീവ് സെക്ടർ, അതായത് സഹകരണ മേഖല സ്വകാര്യവൽക്കരിക്കുക. മൂന്നാമത്തെ ഓപ്ഷൻ എക്സ്പാൻഡ് ഫോറിൻ ഓപ്പറേഷൻസ്, അതായത് വിദേശ പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുക. ഓപ്ഷൻ ഡി സ്ട്രെങ്തൻ ക്യാപിറ്റൽ ബേസ് ആൻഡ് എഫിഷ്യൻസി, അതായത് മൂലധനം ശക്തമാക്കുകയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുക. ആൻസർ ഓപ്ഷൻ ഡി സ്ട്രെങ്തൻ ക്യാപിറ്റൽ ബേസ് ആൻഡ് എഫിഷ്യൻസി. ജില്ലാ സഹകരണ ബാങ്കുകളെ DCBS കേരള സ്റ്റേറ്റ് കോ-ഓപ്പറേറ്റീവ് ബാങ്കുമായി ലയിപ്പിച്ചാണ് കേരള ബാങ്ക് രൂപീകരിച്ചത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്. മൂലധന വർധനവ്. പല ബാങ്കുകളായി ചിതറിക്കിടക്കുന്ന മൂലധനം ഒന്നിച്ചു ചേർക്കുന്നതിലൂടെ ബാങ്കിന്റെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കുക. കാര്യക്ഷമത. ആധുനിക ബാങ്കിംഗ് സൗകര്യങ്ങൾ, കോർ ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ് എല്ലാ സഹകരണ ഇടപാടുകാർക്കും ഒരുപോലെ ലഭ്യമാക്കുക. മത്സരക്ഷമത. വാണിജ്യ ബാങ്കുകളോട് മത്സരിക്കാൻ തക്കവണ്ണം സഹകരണ ബാങ്കിംഗ് മേഖലയെ കൂടുതൽ ശക്തമാക്കുക. അതിനാൽ ശരിയായ ഉത്തരം ഡി ആണ്. 10ാമത്തെ ചോദ്യം. The primary objective of integrating district co-operative banks into Kerala Bank was to. കേരള ബാങ്ക് രൂപീകരിക്കാൻ ജില്ലാ സഹകരണ ബാങ്കുകൾ ഒന്നിപ്പിച്ചതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഓപ്ഷനുകൾ. ഓപ്ഷൻ എ റെഡ്യൂസ് ഗവൺമെന്റ് റെഗുലേഷൻസ്, അതായത് സർക്കാർ നിയന്ത്രണങ്ങൾ കുറയ്ക്കുക. ഓപ്ഷൻ ബി പ്രൊമോട്ട് പ്രൈവറ്റൈസേഷൻ ഓഫ് ദി കോ-ഓപ്പറേറ്റീവ് സെക്ടർ, അതായത് സഹകരണ മേഖല സ്വകാര്യവൽക്കരിക്കുക. മൂന്നാമത്തെ ഓപ്ഷൻ എക്സ്പാൻഡ് ഫോറിൻ ഓപ്പറേഷൻസ്, അതായത് വിദേശ പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുക. ഓപ്ഷൻ ഡി സ്ട്രെങ്തൻ ക്യാപിറ്റൽ ബേസ് ആൻഡ് എഫിഷ്യൻസി, അതായത് മൂലധനം ശക്തമാക്കുകയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുക. ആൻസർ ഓപ്ഷൻ ഡി സ്ട്രെങ്തൻ ക്യാപിറ്റൽ ബേസ് ആൻഡ് എഫിഷ്യൻസി. ജില്ലാ സഹകരണ ബാങ്കുകളെ DCBS കേരള സ്റ്റേറ്റ് കോ-ഓപ്പറേറ്റീവ് ബാങ്കുമായി ലയിപ്പിച്ചാണ് കേരള ബാങ്ക് രൂപീകരിച്ചത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്. മൂലധന വർധനവ്. പല ബാങ്കുകളായി ചിതറിക്കിടക്കുന്ന മൂലധനം ഒന്നിച്ചു ചേർക്കുന്നതിലൂടെ ബാങ്കിന്റെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കുക. കാര്യക്ഷമത. ആധുനിക ബാങ്കിംഗ് സൗകര്യങ്ങൾ, കോർ ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ് എല്ലാ സഹകരണ ഇടപാടുകാർക്കും ഒരുപോലെ ലഭ്യമാക്കുക. മത്സരക്ഷമത. വാണിജ്യ ബാങ്കുകളോട് മത്സരിക്കാൻ തക്കവണ്ണം സഹകരണ ബാങ്കിംഗ് മേഖലയെ കൂടുതൽ ശക്തമാക്കുക. അതിനാൽ ശരിയായ ഉത്തരം ഡി ആണ്. 12ാമത്തെ ചോദ്യം. Which 5-year plan systematically emphasized the adoption of the cooperative approach to address all aspects of community development? സമൂഹ വികസനത്തിന്റെ എല്ലാ മേഖലകളിലും സഹകരണാത്മക സമീപനം സ്വീകരിക്കുന്നതിന് വ്യവസ്ഥാപിതമായി പ്രാധാന്യം നൽകിയ 5-വർഷ പദ്ധതി ഏതാണ്? ഓപ്ഷനുകൾ. ഓപ്ഷൻ എ ഫസ്റ്റ് 5-year പ്ലാൻ, ഓപ്ഷൻ ബി സെക്കൻഡ് 5-year പ്ലാൻ, മൂന്നാമത്തെ ഓപ്ഷൻ തേർഡ് 5-year പ്ലാൻ, ഓപ്ഷൻ ഡി ഫോർത്ത് 5-year പ്ലാൻ. ആൻസർ ഓപ്ഷൻ ബി സെക്കൻഡ് 5-year പ്ലാൻ. 1956 മുതൽ 1961 വരെ നിലനിന്നിരുന്ന രണ്ടാം 5-വർഷ പദ്ധതി വ്യാവസായിക വികസനത്തിന് വലിയ പ്രാധാന്യം നൽകിയ ഒന്നായിരുന്നു. അതോടൊപ്പം തന്നെ താഴെ പറയുന്ന കാര്യങ്ങളും ഈ പദ്ധതിയുടെ പ്രത്യേകതകളാണ്. മഹലനോബിസ് മോഡൽ. മഹലനോബിസ് രൂപകൽപ്പന ചെയ്ത ഈ പദ്ധതി ഗ്രാമീണ വികസനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടി. സമൂഹ വികസനം.
CDP എന്ന കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ കൂടുതൽ ശക്തമാക്കാനും അത് സഹകരണ മേഖലയുമായി ബന്ധിപ്പിക്കാനും ഈ കാലയളവിൽ ശ്രമങ്ങൾ നടന്നു. ലക്ഷ്യം: ഗ്രാമങ്ങളിലെ സാമ്പത്തികവും സാമൂഹികവുമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ സഹകരണ സംഘങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് ഈ പ്ലാൻ വ്യവസ്ഥാപിതമായി അംഗീകരിച്ചു. അതിനാൽ ശരിയായ ഉത്തരം ബി ആണ്. 13ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എൻ അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് കോ-ഓപ്പറേറ്റീവ്? താഴെ പറയുന്നവയിൽ കാർഷിക നോൺ ക്രെഡിറ്റ് വായ്പാതര സഹകരണ സംഘത്തിനു ഉദാഹരണം ഏതാണ്? ഓപ്ഷനുകൾ. ഓപ്ഷൻ എ, കോ-ഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. ഓപ്ഷൻ ബി, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. മൂന്നാമത്തെ ഓപ്ഷൻ, കോ-ഓപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റി. ഓപ്ഷൻ ഡി, ഡിസ്ട്രിക്ട് സെൻട്രൽ കോ-ഓപ്പറേറ്റീവ് ബാങ്ക്. ആൻസർ മൂന്നാമത്തെ ഓപ്ഷൻ, കോ-ഓപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റി. വായ്പ നൽകുന്നതിനേക്കാൾ ഉപരിയായി മറ്റ് സേവനങ്ങൾക്കായി പ്രവർത്തിക്കുന്ന സംഘങ്ങളെയാണ് നോൺ ക്രെഡിറ്റ് സൊസൈറ്റികൾ എന്ന് വിളിക്കുന്നത്. കോ-ഓപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റി കർഷകർ ഒത്തുചേർന്നുകൊണ്ട് കൃഷി ചെയ്യുകയും ഉത്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണിത്. ഇവിടെ വായ്പ നൽകുന്നതിലല്ല, മറിച്ച് കൃഷി ചെയ്യുന്നതിലാണ് മുൻഗണന നൽകുന്നത്. മറ്റ് 3 ഓപ്ഷനുകളും കാർഡ് ബാങ്ക്, പാക്സ്, DCCB വായ്പകൾ നൽകുന്ന ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ്. അതിനാൽ ശരിയായ ഉത്തരം സി ആണ്. ക്വസ്റ്റ്യൻ 14. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ബൈ ആർ കറക്റ്റ്? അതായത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? സ്റ്റേറ്റ്മെന്റുകൾ. സ്റ്റേറ്റ്മെന്റ് 1, ആൾ നോൺ അഗ്രികൾച്ചറൽ കോ-ഓപ്പറേറ്റീവ്സ് ആർ നോൺ ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് എല്ലാ കാർഷികേതര സഹകരണ സംഘങ്ങളും വായ്പാതര സ്ഥാപനങ്ങളാണ്. ചില നോൺ അഗ്രികൾച്ചറൽ കോ-ഓപ്പറേറ്റീവ്സ് വായ്പ നൽകുന്നതിനാൽ ഈ പ്രസ്താവന തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 2, ക്രെഡിറ്റ് കോ-ഓപ്പറേറ്റീവ്സ് മേ എക്സിസ്റ്റ് ഇൻ ബോത്ത് അഗ്രികൾച്ചറൽ ആൻഡ് നോൺ അഗ്രികൾച്ചറൽ സെക്ടേഴ്സ്. അതായത് വായ്പാ സഹകരണ സംഘങ്ങൾ കാർഷിക മേഖലയിലും കാർഷികേതര മേഖലയിലും ഉണ്ടാകാം. വായ്പാ സംഘങ്ങൾ എല്ലായിടത്തുമുള്ളതിനാൽ ഈ പ്രസ്താവന ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 3, അർബൻ കോ-ഓപ്പറേറ്റീവ് ബാങ്ക്സ് ആർ എക്സാമ്പിൾസ് ഓഫ് നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോ-ഓപ്പറേറ്റീവ്സ്. അതായത് അർബൻ കോ-ഓപ്പറേറ്റീവ് ബാങ്കുകൾ കാർഷികേതര വായ്പാ സഹകരണ സംഘങ്ങൾക്ക് ഉദാഹരണമാണ്. ഇത് കൃഷിയുമായി നേരിട്ട് ബന്ധമില്ലാത്ത വായ്പാ സ്ഥാപനമായതിനാൽ ഈ പ്രസ്താവന ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 4, ക്രെഡിറ്റ് കോ-ഓപ്പറേറ്റീവ്സ് ആർ റെസ്ട്രിക്റ്റഡ് ഓൺലി ടു റൂറൽ ഏരിയാസ്. അതായത് വായ്പാ സഹകരണ സംഘങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. നഗരങ്ങളിലും വായ്പാ സംഘങ്ങൾ ഉള്ളതിനാൽ ഈ പ്രസ്താവന തെറ്റാണ്. ഓപ്ഷൻസ്. ഓപ്ഷൻ എ, സ്റ്റേറ്റ്മെന്റ് 2 ഓൺലി, അതായത് രണ്ടാമത്തെ പ്രസ്താവന മാത്രം ശരിയാണ്. ഓപ്ഷൻ ബി, സ്റ്റേറ്റ്മെന്റ് 3 ഓൺലി, അതായത് മൂന്നാമത്തെ പ്രസ്താവന മാത്രം ശരിയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് 2 ഓൺലി, അതായത് 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. ഓപ്ഷൻ ഡി, സ്റ്റേറ്റ്മെന്റ് 3 ആൻഡ് 2 ഓൺലി, അതായത് 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. ആൻസർ ഡി. വിശദീകരണം. കാർഷികേതര മേഖലയിലും വായ്പ നൽകുന്ന സംഘങ്ങൾ ഉള്ളതിനാൽ 1ാം പ്രസ്താവന തെറ്റാണ്. വായ്പാ സംഘങ്ങൾ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഉള്ളതിനാൽ 4ാം പ്രസ്താവനയും തെറ്റാണ്. അതിനാൽ 2, 3 എന്നിവയാണ് ശരികൾ. ക്വസ്റ്റ്യൻ 15. ദ കോ-ഓപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഡെൻമാർക്ക് ഈസ് എസ്പെഷ്യലി റിനൗണ്ട് ഫോർ ഇറ്റ്സ്. അതായത് ഡെൻമാർക്കിലെ സഹകരണ പ്രസ്ഥാനം പ്രധാനമായി പ്രശസ്തമായത് ഏതിനാൽ? ഓപ്ഷൻസ്. ഓപ്ഷൻ എ, അർബൻ കൺസ്യൂമർ കോ-ഓപ്പറേറ്റീവ്സ്. ഓപ്ഷൻ ബി, ഡയറി കോ-ഓപ്പറേറ്റീവ്സ്. മൂന്നാമത്തെ ഓപ്ഷൻ ലാൻഡ് ഡെവലപ്മെന്റ് കോ-ഓപ്പറേറ്റീവ്സ്. ഓപ്ഷൻ ഡി, ക്രെഡിറ്റ് സൊസൈറ്റീസ്. ആൻസർ ബി. വിശദീകരണം. ഡെൻമാർക്കിലെ ഡയറി സെക്ടറിൽ പാൽ, വെണ്ണ, ചീസ് സഹകരണ സംഘങ്ങൾ വഴി വലിയ വിജയം നേടി. കർഷകർ ചേർന്ന് ഉൽപാദനവും വിപണനവും നടത്തിയതിലൂടെയാണ് ഡെൻമാർക്ക് ഈ മേഖലയിൽ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത്. ക്വസ്റ്റ്യൻ 16. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോ-ഓപ്പറേറ്റീവ് മൂവ്മെന്റ്സ് ഇൻ ഇംഗ്ലണ്ട് ആൻഡ് ജർമ്മനി? അതായത് ഇംഗ്ലണ്ടും ജർമ്മനിയും തമ്മിലുള്ള സഹകരണ പ്രസ്ഥാന വ്യത്യാസം താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും നന്നായി വിവരിക്കുന്നത്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ, ഇംഗ്ലണ്ട് ഫോക്കസ്ഡ് ഓൺ അർബൻ കൺസ്യൂമർ കോ-ഓപ്പറേറ്റീവ്സ്, ജർമ്മനി പയനിയർഡ് റൂറൽ ക്രെഡിറ്റ് കോ-ഓപ്പറേറ്റീവ്സ്. അതായത് ഇംഗ്ലണ്ട് അർബൻ കൺസ്യൂമർ സഹകരണത്തിൽ ശ്രദ്ധിച്ചു, ജർമ്മനി ഗ്രാമീണ ക്രെഡിറ്റ് സഹകരണങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇംഗ്ലണ്ട് അർബൻ കൺസ്യൂമർ സഹകരണത്തിലും ജർമ്മനി ഗ്രാമീണ ക്രെഡിറ്റ് മേഖലയിലും ശ്രദ്ധിച്ചതിനാൽ ഈ ഓപ്ഷൻ ശരിയാണ്. ഓപ്ഷൻ ബി, ജർമ്മനി ഫോക്കസ്ഡ് ഓൺ കൺസ്യൂമർ കോ-ഓപ്പറേറ്റീവ്സ്, ഇംഗ്ലണ്ട് പയനിയർഡ് റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. അതായത് ജർമ്മനി അർബൻ കൺസ്യൂമർ സഹകരണത്തിൽ ശ്രദ്ധിച്ചു, ഇംഗ്ലണ്ട് ഗ്രാമീണ ക്രെഡിറ്റ് സംഘങ്ങൾക്ക് തുടക്കം കുറിച്ചു. ജർമ്മനി ഗ്രാമീണ ക്രെഡിറ്റിലും ഇംഗ്ലണ്ട് അർബൻ കൺസ്യൂമർ സഹകരണത്തിലുമാണ് തുടക്കം കുറിച്ചത് എന്നതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. മൂന്നാമത്തെ ഓപ്ഷൻ ബോത്ത് ഫോക്കസ്ഡ് എക്സ്ക്ലൂസീവ്ലി ഓൺ അർബൻ ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് രണ്ടും നഗര ക്രെഡിറ്റ് സ്ഥാപനങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചു.
ജർമ്മനി ഗ്രാമീണ ക്രെഡിറ്റ് മേഖലയിൽ വലിയ ശ്രദ്ധ നൽകിയിരുന്നതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ ഡി. ഇംഗ്ലണ്ട് അഡോപ്റ്റഡ് ദ റൈഫിസൺ മോഡൽ വൈൽ ജർമ്മനി ഫോളോഡ് ദ റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ്. അതായത് ഇംഗ്ലണ്ട് റൈഫിസൺ മാതൃക സ്വീകരിച്ചു, ജർമ്മനി റോച്ച്ഡെയിൽ സിദ്ധാന്തങ്ങൾ പിന്തുടർന്നു. ഇംഗ്ലണ്ട് റോച്ച്ഡെയിൽ മാതൃകയും ജർമ്മനി റൈഫിസൺ മാതൃകയുമാണ് പിന്തുടർന്നത് എന്നതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ആൻസർ എ. ക്വസ്റ്റ്യൻ 17. റീജിയണൽ റൂറൽ ബാങ്ക്സ് RRBS വെയർ പ്രൈമർലി സെറ്റപ്പ് ടു. അതായത് റീജിയണൽ റൂറൽ ബാങ്കുകൾ പ്രധാനമായും സ്ഥാപിച്ചതിന്റെ ലക്ഷ്യം എന്ത്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ. ഓഫർ ഷോർട്ട് ടേം ക്രെഡിറ്റ് ടു അർബൻ ഇൻഡസ്ട്രീസ്. അതായത് നഗരവ്യവസായങ്ങൾക്ക് ചെറുകാല വായ്പ നൽകുക. റീജിയണൽ റൂറൽ ബാങ്കുകൾ ഗ്രാമപ്രദേശങ്ങൾക്ക് വേണ്ടിയാണ് സ്ഥാപിച്ചത് എന്നതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ ബി. മൊബിലൈസ് ഡിപ്പോസിറ്റ്സ് ഫ്രം ഇന്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സ്. അതായത് അന്താരാഷ്ട്ര നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപം സമാഹരിക്കുക. റീജിയണൽ റൂറൽ ബാങ്കുകൾ പ്രാദേശിക ഗ്രാമീണ മേഖലയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. മൂന്നാമത്തെ ഓപ്ഷൻ ആക്ട് ആസ് ആൻ അപ്പെക്സ് ബാങ്ക് ഫോർ ഡിസ്ട്രിക്ട് ലെവൽ ബാങ്ക്സ്. അതായത് ജില്ലാ ബാങ്കുകൾക്ക് മുകളിലുള്ള അപ്പെക്സ് ബാങ്കായി പ്രവർത്തിക്കുക. റീജിയണൽ റൂറൽ ബാങ്കുകൾ നേരിട്ട് ഗ്രാമീണ ഉപഭോക്താക്കൾക്ക് സേവനം നൽകുന്നതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ ഡി. നൺ ഓഫ് ദ എബവ്. അതായത് മുകളിൽ പറയുന്നവയൊന്നുമല്ല. മുകളിൽ നൽകിയ 3 ലക്ഷ്യങ്ങളും റീജിയണൽ റൂറൽ ബാങ്കുകളുടേതല്ലാത്തതിനാൽ ഈ ഓപ്ഷൻ ശരിയാണ്. ആൻസർ ഡി. വിശദീകരണം. റീജിയണൽ റൂറൽ ബാങ്കുകൾ ഗ്രാമപ്രദേശങ്ങളിലെ കർഷകർ, ചെറുകിട വ്യവസായികൾ, കാർഷിക തൊഴിലാളികൾ എന്നിവർക്ക് വായ്പയും മറ്റ് ബാങ്കിംഗ് സേവനങ്ങളും നൽകുന്നതിനായാണ് സ്ഥാപിച്ചത്. നൽകിയിട്ടുള്ള ഓപ്ഷനുകളിൽ ഈ ലക്ഷ്യമില്ലാത്തതിനാലാണ് നൺ ഓഫ് ദ എബവ് എന്നത് ഉത്തരമാകുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് ദ ഫംഗ്ഷൻ ഓഫ് നബാർഡ്. അതായത് നബാർഡിന്റെ പ്രവർത്തനം ശരിയായി വിശദീകരിക്കുന്നത് ഏത്? സ്റ്റേറ്റ്മെന്റുകൾ. ഓപ്ഷൻ എ. നബാർഡ് ഡയറക്ട്ലി കൺട്രോൾസ് PACS അഥവാ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. അതായത് നബാർഡ് നേരിട്ട് PACS പ്രാഥമിക കാർഷിക ക്രെഡിറ്റ് സംഘം നിയന്ത്രിക്കുന്നു. നബാർഡ് നേരിട്ട് പ്രാഥമിക കാർഷിക ക്രെഡിറ്റ് സംഘങ്ങളെ നിയന്ത്രിക്കാത്തതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ ബി. നബാർഡ് സൂപ്പർവൈസസ് റീജിയണൽ റൂറൽ ബാങ്ക്സ് ബട്ട് ഡസ് നോട്ട് പ്രൊവൈഡ് റീഫിനാൻസ്. അതായത് നബാർഡ് റീജിയണൽ റൂറൽ ബാങ്കുകളെ മേൽനോട്ടം വഹിക്കുന്നു, പക്ഷേ റീഫിനാൻസ് നൽകുന്നില്ല. നബാർഡ് റീഫിനാൻസ് നൽകുകയും ചെയ്യുന്നതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. മൂന്നാമത്തെ ഓപ്ഷൻ നബാർഡ് സപ്പോർട്ട്സ് ബോത്ത് ക്രെഡിറ്റ് ആൻഡ് നോൺ ക്രെഡിറ്റ് ആസ്പെക്ട്സ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. അതായത് നബാർഡ് ഗ്രാമവികസനത്തിന്റെ ക്രെഡിറ്റ് നോൺ ക്രെഡിറ്റ് മേഖലകൾ രണ്ടും പിന്തുണക്കുന്നു. ഗ്രാമവികസനത്തിന് വായ്പയും വായ്പേതര സഹായങ്ങളും നബാർഡ് നൽകുന്നതിനാൽ ഈ പ്രസ്താവന ശരിയാണ്. ഓപ്ഷൻ ഡി. നബാർഡ് ഓപ്പറേറ്റ്സ് എക്സ്ക്ലൂസീവ്ലി ആസ് എ കൊമേഴ്സ്യൽ ബാങ്ക്. അതായത് നബാർഡ് ഒരു കൊമേഴ്സ്യൽ ബാങ്കായി മാത്രം പ്രവർത്തിക്കുന്നു. നബാർഡ് ഒരു ഡെവലപ്മെന്റ് ബാങ്കാണ്, കൊമേഴ്സ്യൽ ബാങ്ക് അല്ല എന്നതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ആൻസർ സി. വിശദീകരണം. നബാർഡ് ഗ്രാമവികസനത്തിനായി ക്രെഡിറ്റ് വായ്പ നൽകുക മാത്രമല്ല, പരിശീലനം, വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയ വായ്പേതര നോൺ ക്രെഡിറ്റ് കാര്യങ്ങളിലും വലിയ പിന്തുണ നൽകുന്നുണ്ട്. ക്വസ്റ്റ്യൻ 19. ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് KSCARDB കേരള സ്റ്റേറ്റ് കോ-ഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ഈസ് കോൺട്രിബ്യൂട്ടഡ് മെയിൻലി ബൈ. KSCARDB കേരള സ്റ്റേറ്റ് കോ-ഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിയുടെ ഷെയർ ക്യാപിറ്റൽ പ്രധാനമായും നൽകുന്നതാരാണ്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ. ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് അർബൻ കോ-ഓപ്പറേറ്റീവ് ബാങ്ക്സ്. സംസ്ഥാന സർക്കാരും അർബൻ കൺസ്യൂമർ സഹകരണ ബാങ്കുകളും. അർബൻ കൺസ്യൂമർ സഹകരണ ബാങ്കുകൾ ഇതിന്റെ പ്രധാന സംഭാവകരല്ല എന്നതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ ബി. ദ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രൈമറി കോ-ഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്സ് അഥവാ PCARDBS ആൻഡ് മെമ്പേഴ്സ്. സംസ്ഥാന സർക്കാരും പ്രൈമറി കോ-ഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്സ് എന്ന PCARDBSും അംഗങ്ങളാണ്. ഇവരാണ് പ്രധാനമായും മൂലധനം നൽകുന്നത് എന്നതിനാൽ ഈ ഓപ്ഷൻ ശരിയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ കൊമേഴ്സ്യൽ ബാങ്ക്സ് ആൻഡ് റീജിയണൽ റൂറൽ ബാങ്ക്സ്. വാണിജ്യ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും. ഇവ KSCARDBയുടെ പ്രധാന ഷെയർ ക്യാപിറ്റൽ ഉറവിടമല്ല എന്നതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ ഡി. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇവ ഇതിൽ പ്രധാന പങ്കാളികളല്ല എന്നതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ആൻസർ ബി. വിശദീകരണം. KSCARDBയുടെ മൂലധനം പ്രധാനമായും സംസ്ഥാന സർക്കാർ, അതിന് താഴെയുള്ള പ്രാഥമിക കാർഷിക ഗ്രാമവികസന ബാങ്കുകൾ, PCARDBS, മറ്റ് അംഗങ്ങൾ എന്നിവരിൽ നിന്നാണ് സമാഹരിക്കുന്നത്. ക്വസ്റ്റ്യൻ 20.
അക്കോർഡിംഗ് ടു ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ 1928, റൂറൽ ക്രെഡിറ്റ് പ്രോബ്ലംസ് ഷുഡ് ബി അഡ്രസ്ഡ് മെയിൻലി ത്രൂ. റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ 1928 ഗ്രാമീണ മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ പഠിച്ച് ഗ്രാമീണ വായ്പ പ്രശ്നങ്ങൾക്ക് പ്രധാന പരിഹാരമായി നിർദ്ദേശിച്ചത് എന്താണ്? റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ 1928 എന്നാൽ ഗ്രാമീണ മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ രൂപീകരിച്ച കമ്മീഷനാണ്. കർഷകർക്ക് വായ്പ ലഭ്യത കുറവ്, ഉയർന്ന പലിശ നിരക്ക് എന്നിവ പ്രധാന പ്രശ്നങ്ങളായി ഈ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഗവൺമെന്റ് സബ്സിഡീസ്, ഓപ്ഷൻ ബി കമേഴ്ഷ്യൽ ബാങ്ക്സ്, മൂന്നാമത്തെ ഓപ്ഷൻ കോ ഓപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓപ്ഷൻ ഡി റീജിയണൽ റൂറൽ ബാങ്ക്സ്. ആൻസർ സി. വിശദീകരണം: കർഷകർക്ക് കുറഞ്ഞ പലിശയ്ക്ക് വായ്പ നൽകാൻ സഹകരണ വായ്പാ സംഘങ്ങൾ കോ ഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് വികസിപ്പിക്കണമെന്നും അവ ശക്തിപ്പെടുത്തണമെന്നുമാണ് റോയൽ കമ്മീഷൻ പ്രധാനമായും